ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അംബ്രല പലാസോ ആണ് കേട്ടോ. അപ്പം അതിൻ്റെ കട്ടിംഗ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സാരിയാണ്. അപ്പം ഇത് നമ്മൾ അംബ്രല ഫ്രോക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ അതിനായിട്ട് നമ്മൾ മടക്കി വെക്കാറുള്ള പോലെ ഒരു കോണാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് അരവണ്ണമാണ് കേട്ടോ. അരവണ്ണം എടുത്തിട്ട് അതിൻ്റെ 4/1 ഭാഗം നമ്മൾ ടാപ്പിൽ എടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ അരവണ്ണം വരുന്നത് 21 അപ്പം അതിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ടാപ്പ് 21 നിന്ന് 2 മടക്കി നോക്കി. അപ്പം നമുക്ക് കിട്ടുന്നത് 10.5. ഓക്കെ, ആ 10.5 നമ്മൾ വീണ്ടും 2 മടക്കണം. അപ്പം നമുക്ക് കിട്ടുന്നത് ഇവിടെ 5.25 കിട്ടും. ഓക്കെ, ആ ഒരു 5.25 നമ്മൾ ഈ ക്ലോത്തിൽ എവിടെയാണോ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, എവിടെയാണോ 5.25 അടയാളപ്പെടുത്തേണ്ടത് നോക്കുക. അപ്പം നമ്മൾ ഈ 5.25 മാത്രമല്ല അടയാളപ്പെടുത്തേണ്ടത്, അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടണം. ഓക്കെ, അപ്പോൾ ഒരു 6.25 നമ്മൾ ടോട്ടൽ ഇവിടെ എടുക്കേണ്ടത് കേട്ടോ അരവണ്ണത്തിനായിട്ട്. അപ്പം ഇത് ഓരോരുത്തരുടെ അരവണ്ണത്തിനനുസരിച്ച് അളവ് മാറും. ഇനി ആ ഒരു കോർണറിൽ നിന്നും നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിലേക്കുള്ള മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ആ മെഷർമെൻറ്റ് അവിടെ നിന്ന് അടയാളപ്പെടുത്തുക. ആ ഒരു സെയിം സാധനം തന്നെ നമ്മൾ ഈ ഒരു അറ്റം വരെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കോർണറിൽ വെച്ചിട്ട് തന്നെ നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ അരഭാഗം നന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പം നമ്മളൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ താഴേക്കുള്ള ലെങ്ത്താണ് ഇനി അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം എത്ര ലെങ്ത് ആണോ നമുക്ക് പാൻറ്റിന് വേണ്ടത്, ആ ഒരു ലെങ്ത്താണ് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 23 എടുക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റ് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മേലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു അരവണ്ണത്തിൽ നിന്നാണ് ഈ അളവ് അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് വെക്കും. ഇനി ആ ഒരു ക്രോച്ച് ഭാഗമാണെന്ന് അടയാളപ്പെടുത്താനുള്ളത് കേട്ടോ. അതിനായിട്ട് നമ്മളുടെ അരവണ്ണത്തിൻ്റെ 3/1 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പം 3/1 ഭാഗം എനിക്ക് ഇവിടെ വരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പം ആ ഒരു 7 ഇഞ്ച് ആ ഒരു ലൈനിൽ നിന്നും അരവണ്ണത്തിൻ്റെ ആ ഒരു ലൈനിൽ നിന്നും ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിൽ നിന്നും 2 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അതേപോലെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നീട് നമ്മൾ കർവ് വരയ്ക്കാനായിട്ട് ആ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആം ഹോളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്ന അതേപോലെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് അതൊന്ന് ഒരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ കർവിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അടയാളപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ക്ലോത്ത് ഇതേപോലെയുള്ള ക്ലോത്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പിന്ന് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം കേട്ടോ. ക്ലോത്ത് വഴുതി പോകുന്ന ക്ലോത്ത് ആണെങ്കിൽ പിന്നൊക്കെ വെച്ചിട്ട് ക്ലോത്ത് വഴുതി പോകാത്ത രീതിയിൽ പിന്ന് കുത്തി വെച്ചിട്ട് വേണം മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ.
ഓക്കെ, അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ്ങിന് നമ്മൾ അടയാളപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത ഭാഗമുണ്ട്. അപ്പം ഇത് നേരെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതേ അളവിന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക് വെക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കിന് 3 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് വേണം കേട്ടോ. പിന്നെ നമ്മളുടെ അരവണ്ണത്തിനനുസരിച്ചിട്ടുള്ള ലെങ്ത്തും ഉള്ളൊരു ക്ലോത്താണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് അറിയിക്കണം കേട്ടോ.